വാർത്താവതരണത്തിന് പുതിയ ഭാവുകത്വം നൽകി പുതുതലമുറ കുട്ടികൾ മീഡിയ ടൈമിൽ ഒത്തുചേർന്നു. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ സാമൂഹ്യ ശാസ്ത്രമേളയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വാർത്താവതരണത്തിന് എത്തിയത്. ബസ്സിൽ കുഴഞ്ഞു വീണ യുവതിക്ക് ചികിത്സയൊരുക്കി ബസ് ജീവനക്കാർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണിസ് ബസ് ജീവനക്കാരാണ് ബസ്സിൽ കുഴഞ്ഞു വീണ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വാർത്താ അവതരണത്തിന് പുതിയ ഭാവുകത്വം നൽകി പുതുതലമുറ കുട്ടികൾ മീഡിയ ടൈമിൽ ഒത്തുചേർന്നു. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ സാമൂഹ്യ ശാസ്ത്രമേളയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വാർത്താ അവതരണത്തിന് എത്തിയത്. വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. മാള ഉപജില്ല സാമൂഹ്യശാസ്ത്രമേളയുടെ ഭാഗമായി വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. മീഡിയ ടൈം ചാനൽ ഓഫീസിൽ നടന്ന മത്സരത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 19 കുട്ടികൾ പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്ന ജോസ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHSSലെ അമേയ ബിനോയാണ് 2ാം സ്ഥാനം നേടിയത്. ആളൂർ സെന്റ് ജോസഫ് EMHSSലെ ആൽവിയ ബിന്ദോഷ് 3ാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നേഹ ആൻഡ്രു 1ാം സ്ഥാനവും മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽസ ഗ്രേസ് 2ാം സ്ഥാനവും കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHSSലെ ആൻഡ്രിയ ജോസഫ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് മീഡിയ ടൈം ചാനൽ വാർത്താ അവതാരകരായ അജീഷ TR, ബിനോയ് പൗലോസ്, രജനി സുനിൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സോഷ്യൽ സയൻസ് മാള ഉപജില്ലാ കൺവീനർ KV പ്രവിത, ജോയിന്റ് കൺവീനർ CA ഹിബി എന്നിവർ നേതൃത്വം നൽകി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും കേരള വിഷന്റെ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. മീഡിയ ടൈം മാള. ബസ്സിൽ കുഴഞ്ഞു വീണ യുവതിക്ക് ചികിത്സയൊരുക്കി ബസ് ജീവനക്കാർ. തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ ജോലി ആവശ്യത്തിന് വരുന്നതിനിടെ കുഴഞ്ഞു വീണ യുവതിയെ അവസരോചിതമായി അതേ ബസ്സിൽ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിലേക്ക് എത്തിച്ച് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണിസ് ബസ് ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലിനെ യാത്രക്കാരും അഭിനന്ദിച്ചു. ഇന്നുച്ചയ്ക്ക് 2:15 സംഭവം. മുണ്ടൂർ സ്വദേശിനിയായ യുവതി സുഖം പ്രാപിച്ചു വരുന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. ആരാണ് ജയിക്കാൻ പോകുന്നത് അറിയില്ല. ഏതായാലും 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ സംവിധാനം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 2 വാഹനങ്ങളുണ്ട്. ഇവിടെ വന്നാൽ ഇത് വലിച്ച് ഇത് കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ട്രോളി സൗകര്യങ്ങളുണ്ട്. മനോഹരമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ. ഈ ഇൻഫ്രാസ്ട്രക്ചർ സത്യത്തിൽ ഈ MCF മാത്രമല്ല, ഈ പഞ്ചായത്ത് തന്നെ ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് എന്നതാണ് സംശയമില്ല. താഴെയും മുകളിലുമൊക്കെ പഞ്ചായത്ത് തന്നെ വിചാരിച്ചാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് വാടകയ്ക്ക് കുറച്ച് വരുമാനമാകുന്നത് വീട്ടിലൊക്കെ കുറച്ച് വരുമാനമാക്കുന്നുണ്ടാകുന്നത്. നമുക്കറിയാം, ഈ MCFന്റെ പ്രാധാന്യം സംസാരിക്കുന്നില്ല. മാലിന്യ സംസ്കരണം എന്നത് ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, ജീവിത രീതിയുടെ, ജീവിത ശൈലിയുടെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമായും നമുക്ക് വിജയിക്കാൻ കഴിയും. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല, PS സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൽവി സേവ്യർ, കുഴൂർ പഞ്ചായത്ത് അംഗങ്ങളായ സേതുമോൻ ചിറ്റേത്ത്, സുധാ ദേവദാസ്, റോസ്മി രാജു, PK ബിജു, നന്ദിത വിനോദ്, പ്രിയ ലിയോ എന്നിവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ.
യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള കെ കരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ നിർത്തലാക്കിയതിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ഒ.പി. സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കടന്നുവരുന്ന ആളുകൾ എന്ന് പറയുന്നത് തികച്ചും സാധാരണക്കാരായ ആളുകളാണ്. 600-ൽ പരം വരുന്ന ആളുകൾ ഇവിടെ ഒ.പിയിൽ നിരന്തരമായി വന്നു പോകുന്ന ഒരു ആശുപത്രിയാണ്. അത്തരമൊരു ആശുപത്രിയിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല, മരുന്നില്ല, വേണ്ടത്ര ഡോക്ടർമാരുടെ ലഭ്യതയില്ല. ഇനി ചികിത്സ കിട്ടാതെ വേണ്ടത്ര ഡോക്ടർമാരുടെ സൗകര്യങ്ങളില്ല. അങ്ങനെ ഒരു ആശുപത്രിയിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യം പോലുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആശുപത്രി എന്ന് ഈ നാട്ടിൽ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. നമ്പർ 1 കേരളമെന്നാണ് ഈ സംസ്ഥാനത്തിനകത്ത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് നിരന്തരമായി നടത്തുന്ന PR എക്സസൈസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷനായി. DCC സെക്രട്ടറി A.A. അഷ്റഫ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS അരുൺരാജ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിയോ കൊടിയൻ, VA നദീർ, കോൺഗ്രസ് നേതാക്കളായ ജോഷി കാഞ്ഞുത്തറ, സോയ് കോലഞ്ചേരി, സന്തോഷ് ആത്തപ്പള്ളി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാഹുൽ വിജയൻ, അഭിപ്രസാദ് MR, രാഹുൽ ഗോപാലകൃഷ്ണൻ, മറ്റു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. CPI നേതാവും മാളയിലെ ചെത്തുതൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവുമായ ON പുഷ്പൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. MR അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിൽ ഒട്ടേറെ ജന്മിമാരൊക്കെ തന്നെ ഇത് വിട്ടുകൊടുക്കാൻ വൈമനസ്യം പ്രകടിപ്പിക്കുകയും അതിനെതിരെ ഈ തൊഴിലാളികൾ ഈ ജന്മിമാരൊക്കെ തന്നെ ഈ ജന്മിമാർക്കെതിരെ കുടിയെടുപ്പ് തൊഴിലാളികളൊക്കെ തന്നെ ലാൻഡ് ട്രിബ്യൂണലുകളിൽ കേസുമായി മുന്നോട്ട് പോയപ്പോൾ ആ കേസുകളൊക്കെ തന്നെ ഈ കുടിയെടുപ്പ് താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നതിന് വേണ്ടി ട്രിബ്യൂണലിൽ നിരന്തരമായി അവരെ വാദിക്കുകയും അവർക്ക് വേണ്ടി അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്ത പുഷ്പേട്ടൻ അവർക്കൊക്കെ തന്നെ പട്ടയം വാങ്ങിച്ചു കൊടുക്കാനും അവർക്കൊക്കെ തന്നെ ഈ ഭൂമി സ്വന്തമാക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനം. VM വത്സൻ, PK വിശ്വംഭരൻ, ബിന്ദു ബാബു, MK ബാബു, VS ഗോപാലകൃഷ്ണൻ, ബൈജു മണന്തറ എന്നിവർ സംസാരിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണവും ഹോളോഗ്രാം സൂ നിർമ്മാണോദ്ഘാടനവും നടന്നു. 336 ഏക്കർ വനഭൂമിയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ മാതൃകാ സുവോളജിക്കൽ പാർക്കായി മാറാൻ പോകുകയാണെന്നും ഇനിയും പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വന്യജീവികളുടെ സവിശേഷതകൾ കാണാൻ കഴിയുന്ന ഒരു പാർക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നതായും ഹോളോഗ്രാം സൂ നിർമ്മാണോദ്ഘാടനവും സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് കിഫ്ബി എന്ന സംവിധാനമാണെന്നും ഇവിടെ ചെലവഴിച്ച 370.5 കോടി രൂപയിൽ 330.5 കോടി രൂപയും ലഭ്യമാക്കിയത് കിഫ്ബി വഴിയാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. അന്നമനട പഞ്ചായത്ത് ഭരണസമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അഴിമതിക്കും ധൂർത്തിനുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് OJ ജനീഷ്, BA അബ്ദുൽ കരീം, PD ജോയ്സ്, KK രബി നമ്പൂതിരി, K ഇക്ബാൽ, നോബിൾ കണ്ണത്ത്, ലളിത ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് പതാക താഴ്ത്തി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഉയർത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യക്ക് ജനാധിപത്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും വളരെ സംശയത്തോടു കൂടി ആ പ്രഖ്യാപനത്തെ നോക്കിക്കണ്ടു.
അവർ ചോദിച്ചത് എങ്ങനെയാണ് ഇന്ത്യയെ പോലും രാജ്യത്തിന് ജനാധിപത്യപരമായി നിലനിൽക്കാൻ സാധിക്കുക? ഇന്ത്യ വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമല്ലേ? വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന, ആചാരങ്ങളും ജീവിത രീതികളും വെച്ച് പുലർത്തുന്ന ആയിരക്കണക്കിന് ജാതിഭേദങ്ങളുള്ള ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ജനാധിപത്യ ക്രമത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന ചോദ്യം ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മളോട് ഉന്നയിച്ചുവെങ്കിൽ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷ ദുർഭരണത്തിനും റോഡ് നിർമ്മാണത്തിലെ വ്യാപക ക്രമക്കേടിനും അഴിമതിക്കുമെതിരെ വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കോണത്തുകുന്നിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ.ജെ. ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ. മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് നേതാക്കളായ ഇ.വി. സജീവ്, അയൂബ് കരൂപടന, ധർമ്മജൻ വില്ലാടത്ത്, എ. ചന്ദ്രൻ, ടി.ജെ. ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന പേര് പറഞ്ഞ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനെ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി പറഞ്ഞു. RJD മേഖലാ കമ്മിറ്റി നടത്തിയ റെയിൽവേ സ്റ്റേഷൻ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന കമ്മിറ്റി അംഗം KC വർഗീസ്, സംസ്ഥാന കൗൺസിൽ അംഗം ജോർജ് വി ഐനിക്കൽ, PJ ആന്റണി, ഡേവിസ് കണ്ണമ്പള്ളി, സാബു അമ്മനത്ത്, AL കൊച്ചപ്പൻ, NC ബോബൻ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 60 വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന ശതാഭിഷിക്തനായ ആദിത്യവർമ്മ രാജയ്ക്ക് ജന്മനാട്ടിൽ പൗരസ്വീകരണം നൽകും. 28 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പൂലാനിയിൽ മേലൂർ സർവീസ് സഹകരണ ബാങ്ക് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സ്വീകരണ പരിപാടികൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 4-ന് പൂലാനി VB UP സ്കൂൾ പരിസരത്ത് നിന്നും സാംസ്കാരിക ഘോഷയാത്ര നടത്തും. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ VD തോമസ്, MN ശശിധരൻ, മധു തുപ്രത്ത്, MB തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. KLM ഇരിഞ്ഞാലക്കുട രൂപതയുടെ പുതിയ ഓഫീസിന്റെ വെഞ്ചിരിപ്പും സൗജന്യ തയ്യൽ മെഷീൻ വിതരണവും നടത്തി. സൗജന്യ തയ്യൽ മെഷീൻ വിതരണവും ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണുകാടൻ പുതിയ ഓഫീസിന്റെ വെഞ്ചിരിപ്പും നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത KLM ഡയറക്ടർ ഫാദർ ജോസ് പുല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KLM സ്റ്റേറ്റ് പ്രസിഡന്റ് ജോസ് മാത്യു, KLM ഇരിഞ്ഞാലക്കുട രൂപത പ്രസിഡന്റ് ബാബു തോമസ്, ജെയ്സൺ കല്ലേലി എന്നിവർ സംസാരിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെയും സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെയും നേതൃത്വത്തിൽ കോട്ടപ്പുറത്ത് ശില്പശാല നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PK ഡേവിസ് അധ്യക്ഷനായി. PK വിജയൻ, CK ഗിരിജ, KP രാജൻ, മുസ്താഖ് അലി, KS കൈസാബ്, S വസന്തലാൽ, MK പശുപതി, സാൻജോ തോമസ്, BK ഉണ്ണികൃഷ്ണൻ, KS സതീഷ് കുമാർ, MK സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടർ KV ബാബു ക്യാമ്പ് വിശദീകരണം നടത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് GL അരുൺ ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാർത്താവതരണത്തിന് പുതിയ ഭാവുകത്വം നൽകി പുതുതലമുറ കുട്ടികൾ മീഡിയ ടൈമിൽ ഒത്തുചേർന്നു. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ സാമൂഹ്യ ശാസ്ത്രമേളയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വാർത്താവതരണത്തിന് എത്തിയത്. ബസ്സിൽ കുഴഞ്ഞു വീണ യുവതിക്ക് ചികിത്സയൊരുക്കി ബസ് ജീവനക്കാർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണിസ് ബസ് ജീവനക്കാരാണ് ബസ്സിൽ കുഴഞ്ഞു വീണ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.